لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فعن أبي هريرة رضي الله عنه قال: بعث رسول الله صلى الله عليه وسلم 10 رهط عينا سرية وأمر عليهم عاصم بن ثابت الأنصاري رضي الله عنه، فانطلقوا حتى إذا كانوا بالهدأة بين عسفان ومكة ذكروا لحي من هذيل يقال لهم بنو لحيان، فنفروا لهم بقريب من 100 رجل رام فاقتصوا آثارهم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ കറാമാത്തുൽ ഔലിയാ, ഔലിയാക്കളുടെ കറാമത്തുമായി ബന്ധപ്പെട്ട അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾപ്പിക്കുവാനുള്ള ഹദീസ് വളരെ വലിയ ഒരു സംഭവമാണ്, സുദീർഘമായ ഒരു ഹദീസാണ്. അതിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളുവാനുണ്ട്, മനസ്സിലാക്കുവാനുമുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഖാല, അദ്ദേഹം പറയാണ്: ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ അയക്കുകയുണ്ടായി. ബഅസ എന്ന് പറഞ്ഞാൽ നിയോഗിച്ചു എന്നാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ നിയോഗിച്ചു. 10 റഹ്തിൻ, ഒരു 10 അംഗ സംഘത്തെ. 10 റഹ്ത്, റഹ്ത് എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 ഇടയ്ക്കുള്ള സംഖ്യക്ക് പറയുന്ന പേരാണെന്നും വാചകമാണെന്നും, അതല്ല 40 താഴെയുള്ള സംഘത്തിന് പറയുന്ന പ്രത്യേക പ്രയോഗമാണ് എന്നുമൊക്കെ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഭിന്ന വീക്ഷണങ്ങളുണ്ട്. എന്തായിരുന്നാലും ഇതിൽ പറയുന്ന സംഘത്തിൽ 10 പേരാണുള്ളത്. നബിതങ്ങൾ നിയോഗിച്ചു പറഞ്ഞയച്ചു 10 റഹ്തിൻ, ഒരു 10 അംഗ സംഘത്തെ. ഐനൻ സരിയത്തൻ, അവർ നിയോഗിക്കപ്പെട്ടത് ചാരന്മാരായ നിലയിലാണ്. ഐന് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് ശത്രുക്കളുടേതായ കാര്യങ്ങളെ അന്വേഷിച്ചറിയാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെ സ്വകാര്യമായി ഇടപെടുവാൻ വേണ്ടി അയക്കപ്പെടുന്ന അത്തരത്തിലുള്ള അന്വേഷണ വ്യക്തികളെയാണ്. അപ്പോൾ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്തു ചെയ്തു? ഒരു 10 അംഗ സംഘത്തെ നിയോഗിക്കുകയാണ് ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയുവാൻ വേണ്ടി. അതിൻ്റെ അമീറായി നിശ്ചയിച്ചത് ആരെയായിരുന്നു? വ അമ്മറ അലൈഹിം, അവരുടെ മേൽ ഇമാറത്ത് നൽകിയത് അഥവാ അവരുടെ നേതാവാക്കി നിശ്ചയിച്ചത്, അതാണ് അമ്മറ. അമ്മറ എന്ന് പറഞ്ഞാൽ അമീറാക്കി എന്നാണ്. അവരുടെ മേൽ അമീറാക്കി നിശ്ചയിച്ചു, പറഞ്ഞയച്ചു. ആരെ? ആസിം റളിയല്ലാഹു അൻഹുവിനെ. ആസിം ഇബ്നു സാബിത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആസിം റളിയല്ലാഹു അൻഹുവിനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അമീറാക്കി നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ഫന്തലഖു, ഈ സംഘം പുറപ്പെട്ടു, അവർ യാത്രയായി. ഇൻതലഖ എന്ന് പറഞ്ഞാൽ പോയി. ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫന്തലഖ, അങ്ങനെ അവർ രണ്ടാളും പോയി എന്നിങ്ങനെ. അപ്പോൾ ഫന്തലഖു, ഈ സംഘം പോയി, യാത്ര തിരിച്ചു. ഹത്താ ഇദാ കാനു ബിൽ ഹുദ്അ, ഹുദ്അത്ത് എന്ന് പറയുന്ന
പ്രദേശത്ത് എത്തുന്നത് വരെ. അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ആ ഹുദ്അ എന്ന് പറയുന്ന പ്രദേശം എവിടെയാണ്? ബൈന ഉസ്ഫാന വ മക്ക, മക്കയുടെയും ഉസ്ഫാൻ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെയും ഇടക്കുള്ള സ്ഥലമാണ് ഹുദ്അത്ത് എന്ന് പറയുന്ന സ്ഥലം. ഈ സംഘം അവിടെ എത്തിയപ്പോൾ ദുകിറൂ, ഇവരെക്കുറിച്ച് അറിയിപ്പ് കിട്ടി. ഇങ്ങനെ ഒരു സംഘം വരുന്നുണ്ട് എന്ന് അറിയിപ്പ് കിട്ടി. ആർക്ക്? ലി ഹയ്യിൻ മിൻ ഹുദൈൽ, ഹുദൈൽ ഗോത്രക്കാരിലെ ഒരു ഗോത്രത്തിന് ഇവരെക്കുറിച്ച് അറിയിപ്പ് കിട്ടി. ഏതാണ് ആ ഹുദൈലുകാരായ ഗോത്രം? യുഖാലു ലഹും, അവരറിയപ്പെടുന്നത്, അവരെക്കുറിച്ച് പറയപ്പെടുന്നത് ബനൂ ലിഹിയാൻ എന്നാണ്. അപ്പോൾ ബനൂ ലിഹിയാൻ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്താണ്, ആ പ്രദേശത്ത് ഉള്ള ബനൂ ലിഹിയാൻ എന്ന് പറയുന്ന ഗോത്രക്കാർക്കാണ് ഇവരെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയത്. അങ്ങനെ അറിയിപ്പ് കിട്ടിയ വേളയിൽ ഫനഫറൂ ലഹും ബിഖരീബിൻ, ഫനഫറൂ ലഹും ബിഖരീബിൻ മിൻ മിഅത്തി റജുലിൻ റാമിൻ. ഫനഫറൂ ലഹും, ഇവരെന്ത് ചെയ്തു? ഈ ശത്രുക്കള്, ഈ ബനൂ ലിഹിയാൻകാര് എന്ത് ചെയ്തു? 100ഓളം വരുന്ന ഒരു സംഘത്തെ ഇവരുടെ നേരെ പറഞ്ഞയച്ചു, ഇവരൊരുക്കി പറഞ്ഞയച്ചു. 100ഓളം വരുന്ന ഒരു സംഘം ആളുകൾ. അവർ സാധാരണക്കാരല്ല, റാമിൻ, നല്ല അമ്പെയ്ത്ത് വിദഗ്ധരാണ്. അമ്പെയ്യാൻ നല്ല മിടുക്കരായ 100ഓളം വരുന്ന ആളുകളെ ഇവരെ നേരിടാൻ വേണ്ടി ആര് പറഞ്ഞയക്കാണ്? ബനൂ ലിഹിയാൻ ഗോത്രക്കാര് പറഞ്ഞയച്ചു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഫഖ്തസ്സു ആസാറഹും, അങ്ങനെ ഈ 100ഓളം വരുന്ന ടീം എന്തു ചെയ്തു? ഫഖ്തസ്സു ആസാറഹും, ഈ വിശ്വാസികളായ ഈ 10 അംഗ സംഘത്തിൻ്റെ നീക്കങ്ങൾ അവർ പിന്തുടർന്നു. ആസാറുകളെ അവർ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ അടയാളങ്ങൾ, അവർ നടന്നു പോകുന്നതും ഇടയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പാകം ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ നീക്കങ്ങളുമൊക്കെ ഇവരും പിന്നാലെ ഇങ്ങനെ പിന്തുടർന്നു. അതാണ് ഫഖ്തസ്സു ആസാറഹും, അവരുടെ കാലടിപ്പാടുകളെ, അടയാളങ്ങളെ ഇവരും പിന്നാലെ കൂടി നിരീക്ഷിച്ച് പിന്നിൽ ചെന്നു. അങ്ങനെ ഫലമ്മ അഹസ്സ ബിഹിം, അവരെക്കുറിച്ച് തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ഒരു സംഘം, 100ഓളം വരുന്നൊരു സംഘം നമ്മുടെ പിന്നാലെയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആര്? ആസിമു വഅസ്ഹാബുഹു, ആസിം റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പമുള്ള മറ്റു 9 ആളുകളും ഈ വിവരം മനസ്സിലാക്കിയപ്പോൾ ലജഊ, അവർ അഭയം തേടി, ഇലാ മൗളിഇൻ, ഒരിടത്തേക്ക്, ഒരു സ്ഥലത്തേക്ക് അവർ പതുക്കെ ഉൾവലിഞ്ഞു, അഭയം തേടി. പക്ഷേ അപ്പോഴേക്കും ഫഅഹാത ബിഹിമുൽ ഖൗമു, ഈ ജനങ്ങൾ അവരെ വലയം ചെയ്തിരുന്നു. ഈ 100ഓളം വരുന്ന ആളുകൾ ഇവരെ വളഞ്ഞിരുന്നു. ഒരു സ്ഥലത്തേക്ക് മാറിയപ്പോഴേക്കും 100ഓളം ആളുകൾ ഇവരെ എന്ത് ചെയ്തു? വളഞ്ഞു. ഫഖാലു, എന്നിട്ട് ഈ ആളുകൾ ആസിം റളിയല്ലാഹു അൻഹുവിനോടും സംഘത്തോടും പറഞ്ഞു, എൻസിലു, നിങ്ങളിവിടെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കീഴ്പ്പെടുക എന്നർത്ഥം. ഞങ്ങളോട് നിങ്ങൾ കരാറിലേർപ്പെട്ടോളൂ. ഫഅഅ്തൂ ബിഐദീകും, നിങ്ങളുടെ കരങ്ങൾ നൽകൂ, നിങ്ങളുടെ കൈകൾ ഇങ്ങ് നീട്ടൂ. വലകുമുൽ അഹ്ദു വൽ മീസാഖു, നിങ്ങളോടിതാ ഞങ്ങൾ കരാർ ചെയ്യാം, ഉടമ്പടി ചെയ്യാം, ഞങ്ങളൊന്നും നിങ്ങളെ ചെയ്യൂല. അതുകൊണ്ട് നിങ്ങളിവിടെ സമാധാനത്തോടുകൂടെ ഇറങ്ങി വരൂ ഞങ്ങളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് ഈ 10 അംഗ സംഘത്തോട് ഈ ആളുകൾ പറഞ്ഞു. എന്താ പറയുന്നത്? അല്ലാ നഖ്തുല മിൻകും അഹദ, ഞങ്ങളിൽ നിന്ന് ഒരാൾ ഞങ്ങൾ കൊല്ലൂല, ഞങ്ങൾ ധൈര്യമായിട്ട് വരി, ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളിൻ, കൈകൾ തരൂ, നമുക്ക് കരാറിൽ ഏർപ്പെടാം, ഞങ്ങളൊന്നും ചെയ്യൂല എന്നൊക്കെ നല്ല വാക്ക് പറഞ്ഞ് സുഖിപ്പിച്ച് അവരെ അടുത്തേക്ക് കൂട്ടി. ആ സമയത്ത് തന്നെ ഫഖാല ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അമീറായ സംഘത്തിൻ്റെ നേതാവായ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹൽ ഖൗം, ഹേ ജനങ്ങളെ, അമ്മ അന, തീർച്ചയായും ഞാൻ, ഫലാ അൻസിലു അലാ ദിമ്മത്തി കാഫിരിൻ, ഒരു കാഫിറിൻ്റെ സംരക്ഷണയിൽ ഇറങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് അറിയാം, ഈ സമൂഹത്തിൻ്റെ സ്വഭാവത്തെ ഇവർക്കറിയാം.
ഇവർ വളരെയേറെ ചതിയന്മാരാണ്, പറഞ്ഞ വാക്ക് പാലിക്കാത്തവരാണ് എന്ന് ഈ സമൂഹത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള വ്യക്തിയാണ് ആസിം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ അവരുടെ ആ വാക്കിനെ നിരസിച്ചു, അതിനെ മുഖവിലക്കെടുത്തില്ല. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കാണ്. കുടുങ്ങിയെന്ന് മനസ്സിലായി, വധിക്കപ്പെടും, ആകെ നമ്മൾ നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് നേതാവായ ആസിം റളിയല്ലാഹുവിന് മനസ്സിലായി. ഇവരുടെ വാക്കിലൊന്നും അദ്ദേഹം വീണില്ല. അദ്ദേഹത്തിന് അറിയാം ഇവർ ചതിക്കാണ്, ഇവർ കൊല്ലാനാണ്. പക്ഷേ ആ സമയത്തും മഹാനായ ആസിം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്, അല്ലാഹുവേ അഖ്ബിർ അന്ന നബിയക സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ഞങ്ങളെപ്പറ്റി നീ വിവരം അറിയിച്ചു കൊടുക്കണേ. നബിയക സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ നബിക്ക് ഞങ്ങളെക്കുറിച്ച് വിവരമറിയിച്ചു കൊടുക്കണേ എന്ന് മഹാനായ ആസിം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഓരോന്നോരോന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഈ 10 അംഗ സംഘത്തെ ശത്രുക്കൾ വളഞ്ഞപ്പോൾ, വരൂ, ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യൂല, നമുക്ക് കരാറിൽ ഏർപ്പെടാം, നിങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നാലും എന്നിങ്ങനെയൊക്കെയുള്ള ഭംഗി വാക്കുകൾ പറഞ്ഞപ്പോൾ ആസിം റളിയല്ലാഹു അൻഹുവിന് ഇവരെ ശരിക്കും അറിയാം. ചതിയന്മാരാണ് ഈ ഗോത്രം, ഏറ്റവും വഞ്ചകന്മാരാണ് ഇവര്. അതുകൊണ്ട് അദ്ദേഹം തുറന്നു പ്രഖ്യാപിച്ചു, എന്നെ അതിന് കിട്ടൂല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നടക്കുക എന്നുള്ളത് ആസിം റളിയല്ലാഹു അൻഹുവിന് അറിയാലോ. അദ്ദേഹത്തെ കൊല്ലും. അതൊന്നും അദ്ദേഹം വകവെച്ചില്ല. അവിടെ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഇത് മുത്ത് മുസ്തഫാക്ക് അറിയിക്കണ്ടേ, അള്ളാഹിന്റെ റസൂല് പറഞ്ഞയച്ച 10 അംഗ സംഘമാണെന്ന് ഓർക്കണം. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധാരണ നിലക്ക് അറിയാൻ കഴിയൂല. അള്ളാഹ് അറിയിച്ചു കൊടുത്താലല്ലാതെ അറിയാൻ കഴിയൂലല്ലോ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട വശം. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പാഠമുണ്ട്. എന്താ ആസിം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ ഞങ്ങൾ അകപ്പെട്ട ദുരിതം നിന്റെ നബിക്ക് അറിയൂല, ഞങ്ങളെക്കുറിച്ച് നീ ആ നബിക്ക് വിവരമറിയിച്ചു കൊടുക്കണേന്ന്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകൾ എന്താ പറയാറുള്ളത്? ഔലിയാക്കൾ ലോകം മുഴുവൻ കാണുന്നവരാണ്, അവരെല്ലാം കാണും, അവരെല്ലാം കേൾക്കും, അവർക്കെല്ലാം അറിയാം എന്നിങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരിൽ ഉത്തമനായ മാനവരാശിയുടെ നേതാവായ, അതല്ല ലോകത്തിന് റഹ്മത്തായിക്കൊണ്ട് അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ആ സമയത്ത് ആ ടീമിന്റെ ക്യാപ്റ്റനാണ് പറയുന്നത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹുവേ ഞങ്ങളെക്കുറിച്ച് നിന്റെ നബിക്ക് നീ വിവരമറിയിക്കണേ. ആസിം റളിയല്ലാഹു അൻഹു എന്ന ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളിൽപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു ആണത്. ബദറിന്റെ ഒക്കെ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ബദർ യുദ്ധം നടന്നിട്ടുള്ള പിറ്റേ വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. ആ ആസിം റളിയല്ലാഹു അൻഹു എന്ന ബദരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് അള്ളാഹിനോട് പറയുന്നത്, അള്ളാഹുവേ ഞങ്ങളെക്കുറിച്ച് നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണം എന്ന്. അപ്പൊ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം എന്താണ്? ഇന്ന് ചില ആളുകൾ പറയും പോലെയാണെങ്കിൽ എന്തിനീ പ്രാർത്ഥിക്കണം? അതൊക്കെ നിങ്ങളുടെ നബിക്ക് അറിയാം. ഞങ്ങളുടെ നബി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ്. എവിടെ വെച്ച് എന്ത് നടന്നാലും അതൊക്കെ അറിയാനുള്ള കഴിവ് നൽകപ്പെട്ട വ്യക്തിത്വമാണ് ഞങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആസിം റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്നതിന് അർത്ഥമുണ്ടോ? അദ്ദേഹത്തിന് അറിയാം നബി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അവിടുന്ന് ഇതൊന്നും അറിയൂല. അതുകൊണ്ട് അല്ലാഹ് ഞങ്ങളെക്കുറിച്ച് വിവരം കൊടുക്കണം എന്ന്. അതല്ലെങ്കിൽ അവിടെ വെച്ച് ആസിം റളിയല്ലാഹു അൻഹു ചെയ്യേണ്ട കാര്യം എന്താണ്? നബിയേ അങ്ങ് ഞങ്ങളെ പറഞ്ഞയച്ചു, ഞങ്ങളിങ്ങനെ ഒരു അപകടത്തിൽ പെട്ടിരിക്കുന്നു, ഇതാ ഞങ്ങൾ കൊല്ലപ്പെടാൻ പോവുകയാണ്, ഞങ്ങളെ രക്ഷിക്കണേ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളിതാ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഖുദ് ബി ഐദീന, ഞങ്ങളുടെ കൈകൾ പിടിക്കൂ, ഞങ്ങളെ രക്ഷപ്പെടുത്തൂ നബിയെ, ഞങ്ങളെ ഈ അപകടത്തിൽ നിന്നൊന്ന് സഹായിക്കൂ പ്രവാചകരെ എന്നിങ്ങനെയല്ലേ
ആസിം റളിയല്ലാഹു അൻഹുവും സഹാബിമാരും പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ അദ്ദേഹം പ്രാർത്ഥിച്ചതെന്താ? നബിതങ്ങളോട് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ട് നബിതങ്ങൾ കേൾക്കൂല. അള്ളാഹിൻ്റെ റസൂലിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ, അവിടുന്ന് അതല്ലല്ലോ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അള്ളാഹിനോട് പ്രാർത്ഥിക്കാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ സഹാബി അള്ളാഹുവിലേക്കാണ് പ്രാർത്ഥന കൊടുത്തത്. റബ്ബേ, ഞങ്ങളെക്കുറിച്ച് നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ. ഈ പാഠം നമ്മൾ മനസ്സിലാക്കണം. പ്രമാണങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്നിട്ടും പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അല്ലേ നിലത്തൊന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാ ഉത്തിരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ ചിന്തിക്കണം. ആസിം റളിയല്ലാഹു അൻഹുവിനെ അള്ളാന്റെ റസൂലിനോട് വിളിച്ചു തേടിക്കൂടായിരുന്നില്ലേ? മറിച്ച് എന്താ ചെയ്തത്? അള്ളാഹുവിനോട് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, റബ്ബേ, ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ അപകടത്തിൽപ്പെട്ട വിവരം നിന്റെ നബിക്ക് നീ അറിയിച്ചു കൊടുക്കണം. അതല്ലാതെ അറിയാൻ നബിക്ക് നിർവാഹമൊന്നുമില്ല. ആ പാഠം നമ്മൾ മനസ്സിലാക്കണം. ശരി, ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. അങ്ങനെ ഈ ദുആ അദ്ദേഹം നിർവഹിക്കുകയാണ്. പക്ഷേ ഫറമൗഹും ബിന്നബിലി, ഫറമൗഹും ബിന്നബിലി, അവർ എന്ത് ചെയ്തു? ഈ സംഘത്തിൽപ്പെട്ട ആളുകളെയൊക്കെ പലരെയും അവരെന്ത് ചെയ്തു? അമ്പുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തി. ഫഖത്തലു ആസിമ, ആസിം റളിയല്ലാഹു അൻഹുവിനെ അവിടെ വെച്ച് തന്നെ അവർ കൊന്നു. ആസിം റളിയല്ലാഹു അൻഹുവിനെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ കൊന്നു. മറ്റെല്ലാവരെയും അമ്പെയ്ത് വീഴ്ത്തി. വനസല ഇലൈഹിം, അപ്പോൾ നമുക്കിനി ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത് 7 ആളെ അവർ കൊന്നു എന്നാണ്. കാരണം ഇനി പറയുന്ന വാചകം നോക്കൂ. വനസല ഇലൈഹിം സലാസത്തു നഫരിൻ, 3 ആളുകൾ അവരിലേക്ക് കീഴൊതുങ്ങി വന്നു. വനസല ഇലൈഹിം സലാസത്തു നഫരിൻ, 3 ആളുകൾ, 3 സഹാബിമാർ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അലൽ അഹ്ദി വൽ മീസാഖ്, ഇവരുടെ ഉടമ്പടിയും കരാറും. ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിതാ നിങ്ങളുടെ പിന്നാലെ വരാം എന്നുള്ള ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 3 ആളുകൾ ഇവരുടെ ഒപ്പം വന്നു. അവരെ അവർ അപ്പക്കൊന്നില്ല. ഒരു ചതിയന്മാരാണല്ലോ. ആസിം റളിയല്ലാഹുവിന് മുമ്പേ പ്രഖ്യാപിച്ചല്ലോ. ബാക്കി 7 പേരെയും അവർ കൊന്നു. ആരൊക്കെയാണ് ആ 3 ആളുകൾ? മിൻഹും, അവരിൽപ്പെട്ട വ്യക്തിയായിരുന്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് വസയ്യിദ് ഇബ്നു ദസിന, സയ്യിദ് ഇബ്നു ദസിന, ഇബ്നു ദസിന എന്നറിയപ്പെടുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹു. വറജുലുൻ ആഖർ, 3ാമത് മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ 3 ആളുകൾ ഇവരുടെ പിന്നാലെ വന്നു. അവരെ എന്ത് ചെയ്തു? ഫലമ്മസ്തംകനൂ മിൻഹും, അങ്ങനെ അവരെങ്ങനെ പതുക്കെ പറഞ്ഞ് അവർ ഞങ്ങൾക്ക് വഴങ്ങുമെന്ന് ശത്രുവിന് മനസ്സിലായപ്പോൾ ഫലമ്മസ്തംകനൂ മിൻഹും, അവരെ അധീനപ്പെടുത്താൻ സൗകര്യം കിട്ടിയപ്പോൾ ഇവരെന്ത് ചെയ്തു? വേഗം അത്ലഖൂ ഔതാറ ഖിസിയിഹിം, ഈ 3 ആളുകളുടെ കൈകളിലുമുള്ള അമ്പെയ്യുന്ന വില്ലുകളുണ്ടല്ലോ, ആ വില്ലിൻ്റെ ഞാണ് അവർ പൊട്ടിച്ചു. പിന്നെ അമ്പെയ്യാൻ പറ്റൂലല്ലോ. അമ്പിൻ്റെ അങ്ങനെ വളച്ച് വെച്ചിട്ട് അതിൻ്റെ വില്ലിൽ ഒരു ഞാണുണ്ടാവും. ആ ഞാണിൽ വെച്ചിട്ടാണല്ലോ അമ്പിനെ തൊടുത്ത് വിടാറുള്ളത്. അപ്പം ആ ഞാണങ്ങ് കട്ട് ചെയ്തു. അതവരണ്ട് അഴിച്ചിട്ടു. പിന്നെ അവർ നിരായുധരായി എന്നർത്ഥം. അങ്ങനെ ഈ 3 ആളെയും അവർ കൊണ്ടുപോവുകയാണ്. ഫറബതൂഹും ബിഹാ, അങ്ങനെ ആ ഞാണുകൾ കൊണ്ട് തന്നെ ഈ 3 പേരെയും ഇവരെന്ത് ചെയ്യാണ്? ബന്ധിക്കുകയാണ്, കെട്ടിയിട്ടു. അപ്പോൾ ഇവർ നിരായുധരാണിപ്പോൾ. അവരെ 3 ആളെയും ബന്ധനസ്ഥരാക്കിയിട്ട് അവർ കൊണ്ടുപോയി. ഇനി അവർ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. ഖാല റജുലു സാലിസ്, അപ്പോൾ ഇത് കണ്ടപ്പോൾ അവരിൽ 3ാമനായ വ്യക്തി അഥവാ ഖുബൈബും സയ്യിദ് റളിയല്ലാഹു അൻഹും അല്ലാത്തൊരു 3ാമനുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തി എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഹാദാ അവ്വലുൽ ഖദർ, ഇതാ വഞ്ചനയാണെന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് 1ാം ക്ലാസ് ചതിയാണ്. അവ്വലുൽ ഖദർ, ഇത് കടുത്ത ചതിയുടെ ആദ്യ ഭാഗമാണ് നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വല്ലാഹി ലാ അസ്ഹബുക്കും, ഞാൻ നിങ്ങളുടെ പിന്നാലെ പോരാൻ തയ്യാറല്ല, ഞാൻ നിങ്ങളുടെ കൂടെ അനുഗമിക്കില്ല. ഇന്നലീ ബിഹാഉലായി ഉസ്വ, എനിക്ക് ഇവരിൽ മാതൃകയുണ്ട്. ചൂണ്ടിപ്പറഞ്ഞത് ആരെയാണ്? യുരീദുൽ ഖത്ല, കൊല്ലപ്പെട്ട് കിടക്കുന്ന 7 ആളുകളിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു,
എനിക്കുള്ള മാതൃക അവരാണ്, ഞാനും അവരുടെ വഴിയെ പിൻപറ്റുകയാണ്, ഞങ്ങളെ കൂടെ പോരുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ കെട്ടിട്ടില്ലേ കൊണ്ടുപോവുകയല്ലേ, ഇത് ചതിയാണ് എന്ന മൂന്നാമനായ സഹാബിയും പറഞ്ഞു. എന്തു ചെയ്തു? ഫജറൂഹു, അവരദ്ദേഹത്തെ വലിച്ചിഴച്ചു. ആലജൂഹു, കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഫഅബാ അൻ യസ്ഹബഹും, അവരുടെ കൂടെ പോകുവാൻ ആ മൂന്നാമനായ സഹാബി വിസമ്മതിച്ചു. സ്വാഭാവികമായും എന്താ സംഭവിക്കേണ്ടത്? സംഭവിച്ചു. ഫഖതലൂഹു റളിയല്ലാഹു അൻഹു, ആ സഹാബിയെയും അവർ കൊന്നുകളഞ്ഞു. 10 അംഗ സംഘത്തിലെ 8 ആളെയും കൊന്നിരിക്കുന്നു. ഇനി ബാക്കി ആരാ ഉള്ളത്? ഖുബൈബ് റളിയല്ലാഹു അൻഹുവും സയ്യിദ് ഇബ്നു ദസിന റളിയല്ലാഹു അൻഹുമാണ് ബാക്കിയുള്ളത്. അങ്ങനെ വൻതലഖൂ ബിഖുബൈബിൻ, അവർ ഖുബൈബിനെ കൊണ്ടുപോയി. വസയ്യിദ് ഇബ്നു ദസിന, സയ്യിദ് ഇബ്നു ദസിനയെയും ഖുബൈബിനെയും കൂട്ടി അവർ പോയി. ഒരു എവിടേക്കാ പോകുന്നത്? ഹത്താ ബാഊഹുമാ, ഈ 2 സഹാബിമാരെയും ഈ ശത്രുക്കൾ, കൊലച്ചതിയന്മാർ, ഇവർ കൊണ്ടുപോയത് മക്കയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ മക്കയിൽ കൊണ്ടുപോയിട്ടവരവരെ വിൽപ്പന നടത്തി, അവരെ വിറ്റു. അവിടെ ബഅദ വഖഅത്തി ബദർ, ബദറിന്റെ ശേഷമാണ് ഈ സംഭവം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ വിൽപ്പന നടത്തിയത്, ആ സമയത്ത് ഇവരെ വാങ്ങിയതാരാണ്? ബദറിൽ പല പ്രമുഖരെയും കൊലപ്പെടുത്തിയ ആളുകളാണെന്ന് ആസിം റളിയല്ലാഹു അൻഹു. അപ്പോൾ മരണപ്പെട്ടു, അദ്ദേഹം അവിടെ ഷഹീദായി. അതേപോലെ തന്നെ ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഖുറൈശികളിൽപ്പെട്ട പല കൊലക്കൊമ്പന്മാരെയും ബദറിൽ കൊന്നപ്പോൾ അവർ നോട്ടമിട്ടതാണ് അന്ന് ഈ ആളുകളെ, ഇവരെയൊക്കെ വധിച്ചു കളയണമെന്ന്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇവർ വിറ്റു. മക്കത്ത് കൊണ്ടുപോയിട്ട് പ്രതികാരദാഹികളായി കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഇവരെ കൈമാറി വിറ്റുകളഞ്ഞു. ബനുൽ ഹാരിസ്, ബനുൽ ഹാരിസ്, ഹാരിസിന്റെ മക്കളാണ് വാങ്ങിയത് ഖുബൈബൻ. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിയത് ആരാണ്? ഹാരിസിന്റെ മക്കളാണ്, ബനുൽ ഹാരിസാണ്. ബനുൽ ഹാരിസ് വാങ്ങാൻ എന്താ കാരണം? വകാന ഖുബൈബുൻ ഹുവ ഖതല അൽ ഹാരിസ, ഹാരിസിനെ വധിച്ചത് യൗമ ബദരിൻ, ബദറിന്റെ ദിവസം ഹാരിസിനെ വധിച്ചത് ഖുബൈബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രതികാരദാഹികളായി മക്കൾ കാത്തിരിക്കുകയാണ്. പാപ്പയെ കൊന്നയാളെ കയ്യോടെ അവർ പിടികൂടി. ഫലബിസ ഖുബൈബ്, അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ വാങ്ങി എന്ന് പറഞ്ഞല്ലോ, വാങ്ങി അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഫലബിസ ഖുബൈബ് ഇൻദഹും, അങ്ങനെ ഖുബൈബ് അവരുടെ അടുക്കൽ താമസിക്കേണ്ടി വന്നു. അസീറൻ, ബന്ധിയായിക്കൊണ്ട്, ബന്ധിതനായി അവരുടെ വീട്ടിൽ കുറച്ചു നേരം താമസിച്ചു, കുറച്ച് ദിവസം താമസിച്ചു. അങ്ങനെ ഹത്താ അജ്മഉ അലാ ഖത്ലിഹി, അദ്ദേഹത്തെ കൊല്ലാൻ അവർ തീരുമാനമെടുത്തു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയാൻ അവർ തീരുമാനമെടുത്തു. അതിനിടയ്ക്കൊരു സംഭവമുണ്ടായി, ഒരത്ഭുതകരമായൊരു സംഭവം നടക്കുകയാണ്. ഫസ്തആറ, ആ ദിവസങ്ങളിൽ അങ്ങനെ അവിടെ താമസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഖുബൈബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഫസ്തആറ, അദ്ദേഹത്തിന് ഉറപ്പായി താൻ മരിക്കാൻ പോവുകയാണ്. അപ്പം മരണത്തിൻ്റെ മുമ്പേ ശാരീരികമായൊക്കെ ഒന്ന് വൃത്തിയാവണം, ശുദ്ധിയാവണം, അഴുക്കുകളൊക്കെ നീക്കണം എന്ന നിലക്ക് തന്നെ മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ഫസ്തആറ, വായ്പ വാങ്ങി. മിൻ ബഅളി ബനാത്തിൽ ഹാരിസ്, ഹാരിസിൻ്റെ ചില പെൺമക്കളാ സമയത്ത് വീട്ടിലുള്ളത്. അവരോട് പറഞ്ഞു, എനിക്കൊരു ചെറിയ കത്തി തരുമോ എന്ന് ചോദിച്ചു. എന്താ വായ്പ വാങ്ങിയത്? മൂസ, മൂസ എന്ന് പറഞ്ഞാൽ കത്തി എന്നാണ്, ക്ഷൗരം ചെയ്യുന്ന കത്തിയാണ്. യസ്തഹിദ്ദു ബിഹാ, അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ അനാവശ്യമായ മാലിന്യമുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു കത്തി വീട്ടുകാരെടുത്ത് നിന്ന് അദ്ദേഹം വാങ്ങി. അങ്ങനെ ഫഅറത്തുഹു, അവൾ മറ്റൊന്നും ചിന്തിക്കാതെ കത്തി കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ഫദറജ ബുനയ്യു ലഹ, അവളുടെ ഒരു കുട്ടി ഇങ്ങനെ കളിച്ച് എവിടെ എത്തി? ഇദ്ദേഹത്തിൻ്റെ കൈ എത്തുന്ന സ്ഥലത്തെത്തി. ഈ പെണ്ണിൻ്റെ ഒരു കുട്ടി കളിച്ച്, ചെറിയ കുഞ്ഞാണ്, ആ കുട്ടി ഇങ്ങനെ കളിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. വഹിയ ഗാഫിലത്തുൻ, പെണ്ണത് ശ്രദ്ധിച്ചതുമില്ല. പെണ്ണ് ശ്രദ്ധിക്കാതെ ഈ കുട്ടി, ഒരു കൊച്ചുകുട്ടി, ഈ ബന്ധിയുടെ കൈകളിൽ അകപ്പെട്ടു.
ഹത്താ അതാഹു. അങ്ങനെ ആ കുട്ടി തൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഫവജദതുഹു, ഈ പെണ്ണ് കാണുകയാണ്, ഖുബൈബിനെ കാണുകയാണ്, മുജ്ലിസഹു അലാ ഫഖ്ദിഹി, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽത്തുടമേൽ കുട്ടിയെ ഇങ്ങനെ ഇരുത്തിയ നിലക്കാണ് ഈ പെണ്ണ് കുട്ടിയെ കാണുന്നത്. വൽ മൂസാ ബിയദിഹി, കയ്യിലാണെങ്കിൽ കത്തിയുമുണ്ട്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കത്തിയുണ്ട്, കാൽത്തുടമ്മൽ കുട്ടി ഇരിക്കുന്നുണ്ട്, തൻ്റെ കുട്ടി. ഈ കാഴ്ചയാണ് ഈ പെണ്ണ് കാണുന്നത്. സ്വാഭാവികമായും എന്തുണ്ടാവുക അവിടെ? പേടിക്കോലോ. ഫഫസിഅത്ത്, ആ പെണ്ണ് വല്ലാതെ ഭയപ്പെട്ടു. ഫസഅത്തൻ, വല്ലാതെ പേടിച്ചു പോയി. ഉറപ്പല്ലേ, കാരണം കൊല്ലാൻ പോണ ആളാണ്. ആ ദേഷ്യത്തിന് ഇപ്പം എൻ്റെ കുട്ടിനെ കൊല്ലും എന്നല്ല വിചാരിക്കുക. അറഫഹ ഖുബൈബുൻ, അവൾ വല്ലാതെ പേടിച്ചിട്ടുണ്ട് എന്ന് ആർക്ക് മനസ്സിലായി? ഖുബൈബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി. ഖുബൈബ് റളിയല്ലാഹു അൻഹു കുഞ്ഞിനെ കാൽത്തൊടയിലിരുത്തി ലാളിക്കാണ്, കൊല്ലാൻ വിളിച്ചതല്ല. ആ ഹൃദയത്തിൻ്റെ കാരുണ്യം, ആ സമയത്ത് പോലുമുള്ള മനസ്സിൻ്റെ കരുണ, കൊച്ചുകുട്ടിയല്ലേ, തൻ്റെ കാൽത്തുടമേൽ ആ കുട്ടിയെ ഇരുത്തി ലാളിക്കുകയാണ്. ആ സമയത്ത് ഈ പെണ്ണിൻ്റെ പേടി കണ്ടപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനോട് ചോദിക്കുകയാണ്, അതഖ്ശൈന, നീ ഭയപ്പെടുന്നുണ്ടോ? അന്നഖ്തുലഹു, ഞാൻ ആ കുട്ടിയെ കൊന്നുകളയുമെന്ന്, ഞാനവനെ കൊല്ലുമെന്ന് നീ പേടിക്കുന്നുണ്ടോ? എന്നാ നീ അറിഞ്ഞോ, മാ കുൻതു ലിഅഫ്അല ദാലിക, ഞാൻ അങ്ങനെ ചെയ്യാൻ പഠിച്ച ആളല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല, ഞാനതൊരിക്കലും ചെയ്യൂല. മുത്ത് മുസ്തഫയുടെ അനുയായിയല്ലേ, അവിടുന്ന് പഠിപ്പിച്ച വ്യക്തിത്വമല്ലേ. കൊച്ചുകുട്ടികൾ എന്ത് തെറ്റാ ചെയ്തത്? അതുകൊണ്ട് തന്നെ അത് നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കാലത്ത് ഈ പെണ്ണിന് വലിയ അത്ഭുതം. ഹാരിസിന്റെ പെൺമകളാത്, ആൺമക്കളതൊന്നും അറിയുന്നില്ല. ഈ പെണ്ണ് പറയാണ്, വല്ലാഹി മാ റഅയ്തു അസീറൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ബന്ധിയെയും കണ്ടിട്ടില്ല, ഖൈറൻ മിൻ ഖുബൈബിൻ, ഖുബൈബിനേക്കാൾ ഖൈറായ ഒരു ബന്ധിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് ആ സ്ത്രീ പറയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മരിക്കാൻ പോകുന്നു എന്നുറപ്പാണ്. എന്നിട്ട് പോലും ആ സമയത്ത് വേണമെങ്കിൽ ആ കുട്ടിയെ കൊന്നുകളയാനുള്ള അവസരം കിട്ടിയപ്പോൾ പോലും ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ഒരു നിരപരാധിയെ, അതല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ, അതിനോട് ഞാൻ എന്തിന് പ്രതികാരം തീർക്കണം എന്ന് ചിന്തിക്കുന്ന കാരുണ്യത്തിൻ്റെ മനസ്സിൻ്റെ ഉടമയായിരുന്നു മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞത് തന്നെ കേട്ടില്ലേ, ഇങ്ങനത്തെ ഒരു ബന്ധിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാലോചിച്ച് നോക്കൂ, ഏതാണ് ആ സാഹചര്യം, ഏതാണ് ആ സന്ദർഭം? അത് വെച്ച് വിലപേശൂലേ? കൊല്ലാൻ എളുപ്പല്ലേ? പക്ഷെ എന്നിട്ടെങ്കിലും ചെയ്തോ? നിരപരാധികളായ കൊച്ചുകുട്ടികളെ, വിധവകളെ, വയോവൃദ്ധരെ ഒരു കാരണവുമില്ലാതെ കൊന്നു തള്ളുന്ന ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കുക മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ എത്രത്തോളമാണ്, അതിൻ്റെയൊക്കെ പ്രാധാന്യമെന്നും എത്രത്തോളം ഏറ്റവും ഉദാത്തമായൊരു സ്വഭാവശീലമാണ് അവിടുന്ന് നേടിയത് എന്നുമൊക്കെ ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ഇനി അവിടെ നടക്കുന്ന ഒരു കറാമത്ത് നമുക്ക് ഇതിനോട് ചേർത്ത് പറയാനുണ്ട്. ഫവല്ലാഹി, ആ സ്ത്രീ പറയാണ്, ഇത് കണ്ടു നിൽക്കുകയാണ് ആ സ്ത്രീ പറയാണ്, അള്ളാഹുവിനെ തന്നെ സത്യം, ലഖദ് വജത്തുഹു, ഞാൻ ഹുബൈബിനെ കണ്ടു, യൗമൻ, ഒരു ദിവസം. കുറച്ച് ദിവസം അവരെ വീട്ടിൽ ബന്ദിയായി പിടിച്ചിട്ടല്ലേ, ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ പെണ്ണ് പറയാണ്, ലഖദ് വജത്തുഹു യൗമൻ, ഒരിക്കൽ ഞാൻ ഹുബൈബിനെ കണ്ടത്, യഅ്കുലു, അദ്ദേഹം തിന്നാണ്, യഅ്കുലു, അദ്ദേഹം തിന്നുന്നു, ഖിത്ഫം മിൻ ഐനബിൻ, നല്ല മുന്തിരിക്കൊല അദ്ദേഹം ഇങ്ങനെ തിന്നാണ്, ഫിയദിഹി, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നല്ലൊരു മുന്തിരിയുടെ കൊല. എവിടുന്ന് കിട്ടി? പരിസരത്തൊന്നും ഒരു മുന്തിരിയുടെ വള്ളിയില്ല, മുന്തിരി കൃഷിയില്ല, മുന്തിരിയില്ല, ആരും വാങ്ങി കൊണ്ടുവന്നിട്ടില്ല, ആരും കൊടുത്തിട്ടില്ല. എവിടുന്ന് കിട്ടി? ഖുബൈബ് റളിയല്ലാഹു അൻഹു ബന്ധിയായി കഴിയുമ്പോൾ തൻ്റെ കയ്യിലതാ നല്ല മുന്തിരിക്കൊല കാണുന്നു. വഇന്നഹു, അദ്ദേഹമാണെങ്കിലോ ആ സമയത്ത് പോലും ലമൂസഖുൻ ബിൽ ഹദീദി,
ഇരുമ്പിൻ്റെ ചങ്ങലകളാൽ കെട്ടിവരിഞ്ഞ് മുറുക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൈകൾ. അദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് കെട്ടിയിട്ടപ്പെട്ട നിലക്ക് കിടക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നല്ല മുന്തിരിക്കൊല ഞാൻ കാണുന്നു. അതിൽ നിന്ന് ഓരോന്നെടുത്ത് അദ്ദേഹം ഇങ്ങനെ കഴിക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചത്. ഏതാ കാലം? മക്കയിലോ പരിസരത്തോ ഒരിടത്തും ഒരു ഫലങ്ങളും കായ്ക്കാത്തൊരു സമയത്ത് ഹുബൈബിൻ്റെ കൈകളിൽ ഞാൻ മുന്തിരിക്കൊല കണ്ടു എന്ന് പറയാണ്. വകാനത്തഖൂലു, എന്നിട്ട് അവൾ പറയാണ്, ഇന്നഹു ലരിസ്ഖുൻ, ഞാൻ മനസ്സിലാക്കി, ഇന്നഹു ലരിസ്ഖുൻ, തീർച്ചയായും അതൊരു ഭക്ഷണം തന്നെയാണ്. റസഖഹുല്ലാഹു ഹുബൈബാ, ഹുബൈബിന് അള്ളാഹു കൊടുത്ത ഭക്ഷണം തന്നെയാണത്. ഹുബൈബിന് അള്ളാഹു കൊടുത്ത ഭക്ഷണമാണത്. ഇതുപോലെ മറിയം ബീവിയുടെ സമീപത്തേക്ക് സക്കരിയ അലൈഹിസ്സലാം കടന്നു ചെന്നപ്പോഴെല്ലാം കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ, മറിയം ബീവിയുടെ അടുക്കൽ നല്ല നല്ല മേത്തരം ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സുകൾ കണ്ടല്ലോ. ചോദിച്ചില്ലേ, എവിടുന്നാ മറിയമേ നിനക്കിത് കിട്ടിയത് എന്ന് സക്കരിയ നബി ചോദിച്ചപ്പോൾ മറിയം ബീവി കൊടുത്ത മറുപടി എന്താണ്? ഹിയ മിൻ ഇൻദില്ലാഹ്, അള്ളാഹു തന്നതാണ്. അതേപോലെ ഇവിടെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടോ, അതാണ് ഇവിടുത്തെ ഒരു കറാമത്ത്. വലിയൊരു കറാമത്താണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ബന്ധിയായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് മുന്തിരിക്കൊല ഭക്ഷണമായി കിട്ടുകയാണ്. ഈ കാഴ്ച അവർ കാണുകയാണ്. ഇതാണ് ഇതിലടങ്ങിയിട്ടുള്ള ഒരു കറാമത്ത്. ശേഷം ഇനി മറ്റൊരു കറാമത്ത് ആസിം റളിയല്ലാഹു അൻഹുവിൻ്റേതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സംഭവം വിവരിക്കുന്ന സുദീർഘമായ ഹദീസാണ്. അവസാന ഭാഗത്തും വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇതിൽ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഒരു വലിയ പാഠങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാരായ ആളുകളിലൂടെ പ്രകടമായിട്ടുള്ള കറാമത്തുകളുടെ ചില സാമ്പിളുകളാണ് ഈ കാര്യവും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക, പാഠം ഉൾക്കൊള്ളുക. അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ അടുത്ത് അവൻ്റെ ആദരവ് നേടുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ നാം ഏവരും പരമാവധി പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും തഖ്വയുള്ള ഒരു ജീവിതം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകൾ പുറത്തു തരുമാറാകട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളും ശിഫയാക്കി തരികയും ഇല്ലാതെയാക്കി തരികയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.